അധികാരം കയ്യിലില്ലാത്ത 10 വർഷങ്ങൾ കോൺഗ്രസിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. മരണത്തിന്റെ വ്യാപാരികളായി കൂട്ടർ വഴിനീളെ നടത്തുന്നത് സമരാഭാസങ്ങൾ. വിതുരയിലെ ആദിവാസി യുവാവിന്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതല്ല. സമരമെന്ന പേരിൽ കൊന്നതാണ് യൂത്ത് കോൺഗ്രസ്. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട രോഗിയെ കോൺഗ്രസ് ആംബുലൻസിന് മുന്നിൽ തടഞ്ഞത് അരമണിക്കൂർ. കാലുപിടിച്ചു കേണുവ കുടുംബം. ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടായിരുന്നു. ആംബുലൻസിനുള്ളിൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആംബുലൻസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുകയായിരുന്നു അവർ. 108 ആംബുലൻസിനെതിരെയുള്ള പ്രതിഷേധം ആശുപത്രിയിൽ. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയായിരുന്നുവെന്ന് അറിഞ്ഞില്ലത്രേ. ഗുണ്ടകളെ കടത്താൻ ആംബുലൻസ് ഉപയോഗിക്കുന്ന കോൺഗ്രസ് ആംബുലൻസിൽ പോകുന്നവരൊക്കെയും ഉല്ലാസയാത്രികരെന്ന് കരുതിയിട്ടുണ്ടാകണം. മുൻപ് മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് മാതൃക കാട്ടിയത് പ്രതിപക്ഷത്തിന്റെ ജനകീയനായ MLA. അപ്പോൾ അണികൾ ഒരു മനുഷ്യനെയെങ്കിലും ആംബുലൻസ് തടഞ്ഞു കൊല്ലണമല്ലോ. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടെന്ന മട്ടിൽ ആംബുലൻസിന് മുന്നിൽ കോൺഗ്രസ് കൊടിയുമേന്തി നിൽക്കുന്ന കൊലപാതകികൾ എന്തൊരു അരോചക കാഴ്ചയാണ്. ഏത് കൊലപാതകികളെയും എന്റെ കുട്ടികളെന്ന് ചേർത്ത് നിർത്തുന്ന മനുഷ്യത്വമില്ലാത്ത നേതൃത്വമുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ കൊലപാതകികൾക്ക്. കൂട്ടത്തിൽ ജീവനെടുത്തത് കോൺഗ്രസ് എങ്കിൽ മിണ്ടാത്ത മാധ്യമങ്ങളുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആരെ പേടിക്കണം ഈ നീചന്മാർക്ക്? ഇടത് സമരങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ 10 മിനിറ്റ് വൈകുന്നവരെ ആഘോഷിക്കുന്ന ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ക്രൂരതയിൽ ജീവൻ നഷ്ടമായ ആദിവാസി യുവാവിന്റെ പേര് നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞു? അവന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ നിങ്ങളിൽ എത്ര പേർ തത്സമയം കണ്ടു? അവന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അതിവൈകാരികത കലർത്തിയ നെടുനീളൻ പ്രസംഗങ്ങൾ നിങ്ങളിൽ എത്ര പേർ കേട്ടു? നിസ്സഹാരായ ആ മനുഷ്യന്റെ മുഖം നിങ്ങളിൽ ആരും കാണില്ല. കാരണം കൊന്നത് കോൺഗ്രസ് ആണ്. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: പി ജോയ് CPIM-ൽ നിന്നും, ബി റജി കോൺഗ്രസ് സഹയാത്രികൻ, മനോഹരൻ കാണി മരിച്ച ബിനുവിന്റെ ബന്ധു എന്നിവരാണ്. ആദ്യം ശ്രീ മനോഹരൻ കാണിയിലേക്കാണ്. ശ്രീ മനോഹരൻ കാണി, നിങ്ങളുടെയൊക്കെ അവസ്ഥ സ്വാഭാവികമായും മനസ്സിലാകും. എത്ര വലിയൊരു ഹൃദയവേദനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. എങ്കിലും ഈ സംഭവത്തിന്റെ ഗൗരവം അത് സമൂഹം അറിയേണ്ടത് കൂടിയാണ്. ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് ആ ദിവസം സംഭവിച്ചത്? വിതുര പഞ്ചായത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ ആദിവാസി മേഖല. ഒരു വാഹന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള ഈ ബിനു ആസറ്റ് കുടിച്ച് കിടക്കുമ്പോൾ വിതുര ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് ഓട്ടോ വിളിച്ചാണ് കൊണ്ടുവന്നത്. ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ മെഡിക്കൽ ഓഫീസർ ഗുരുതരമായ ആണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിക്കണമെന്ന് പറഞ്ഞ് അപ്പോഴും തന്നെ ആംബുലൻസ് 108 ആംബുലൻസ് വിളിച്ച് ബന്ധുക്കളെയും അതിൻ്റെ ബന്ധുക്കളെ അവരെ ആംബുലൻസിൽ കയറ്റുന്ന സമയത്താണ് വിതുരയിലുള്ള മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആംബുലൻസിന് ചെറുത്ത് അവർ സമരങ്ങൾ നടത്തുക. ആദിവാസികളെ സംരക്ഷിക്കുന്നുവെന്ന ഈ കോൺഗ്രസ് ഇപ്പോൾ എന്താണ് ഈ കാണിച്ചത്? ഇത്രയും ക്രൂരമായ നടപടികളാണ് ഈ ആദിവാസി സമൂഹത്തോട് കാണിക്കുന്നത്. ഇതിനെതിരെ കർശനമായൊരു നടപടിയാണ് നമുക്ക് ആവശ്യപ്പെടേണ്ടത്. അത് ആ നടപടി എടുത്ത് ഇവരെ മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണം. ശ്രീ മനോഹരൻ, ആംബുലൻസ് തടയാൻ വന്നവരുണ്ടല്ലോ, അവർ ഈ ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ എത്തിയതാണോ, അതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നോ? അവർ എന്താണ് ഈ ആംബുലൻസ് തടഞ്ഞതിന് കാരണമായി പറഞ്ഞത്? അവർ പറയുന്നത് ആ ആംബുലൻസിന് ടയറില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറ്റൊന്നുമില്ല. 108 ആംബുലൻസാണ്. അപ്പോൾ 108 ആംബുലൻസിനകത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇന്നും മെഡിക്കൽ കോളേജിൽ സർവീസ് നടത്തിയിട്ടുണ്ട് ആംബുലൻസ്? ഈ ആംബുലൻസിലാണ് ഈ ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ 20 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ഈ ബിനുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവർ അരമണിക്കൂറോളം ഈ ആംബുലൻസ് ബിനുവിനെ അവിടെ കയറ്റിയിട്ട്
ആംബുലൻസിലിട്ട് അവിടെ സമരക്കാർ തടഞ്ഞിടുകയാണ് ചെയ്തിരുന്നത്. ഈ ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റിയതിന് ശേഷം ഇവർ ഈ സമരം നടത്തുന്ന സമയം ഈ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ ബിനുവിന്റെ ആരോഗ്യാവസ്ഥയുടെ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നോ? ഇതിൻ്റെ ബന്ധുക്കളെന്ന സ്വന്തം ഒരു മരുമകനും കൂടെ വന്ന 2-3 ബന്ധുക്കളുമാണ് അടിയന്തരമായി ഇത് എത്തിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഈ ആംബുലൻസിനെ വിടണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ആ ബന്ധുക്കളെടുത്ത് തട്ടിക്കയറിയാണ് ഉണ്ടായത്. അവസാനം എങ്ങനെയാണ് അതേ ആംബുലൻസിൽ തന്നെയല്ലേ? അതേ ആംബുലൻസിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ കൊണ്ടുപോകുന്നത്. ആ ആംബുലൻസ് തന്നെയാണ് ഇന്നും മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ആരിടപെട്ടിട്ടാണ് ഇതൊരു പരിഹാരത്തിലേക്ക് എത്തിച്ചത്? അവസാനം അവർ മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ജീവനക്കാരും പെട്ടെന്ന് ഇറങ്ങി വന്ന് ഇത് പറയുന്ന സമയത്ത് അവരെടുത്തും ക്രൂരമായ ദേഷ്യത്തിൽ അവർ ഇടപെട്ടാണ് പറഞ്ഞത്. അവസാനം 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇവർ പിന്നെ ഈ ആംബുലൻസ് വിടാൻ സാഹചര്യം. ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല. ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ 20 മിനിറ്റ് മുൻപെങ്കിലും എത്തിച്ചിരുന്നുവെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പറഞ്ഞു ഡോക്ടർമാർ, അങ്ങനെ പറഞ്ഞു അല്ലേ? ഡോക്ടർമാർ അത് പറഞ്ഞു. അവിടെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ 20 മിനിറ്റിനുള്ളിൽ ബിനുവിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്ന് അവർ ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് ഈ അതീവ ദുഃഖകരമായ മരണം നടക്കുന്നു. അതിനുശേഷം ഈ സമരം ചെയ്യാൻ വന്നവരോ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ നിങ്ങളെ ബന്ധപ്പെടുകയോ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ക്ഷമയെങ്കിലും പറയുകയോ ചെയ്തോ? ഇല്ല. അവരിന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഞങ്ങൾ ഈ ബിനുവിൻ്റെ ബോഡിയുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് ആ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അത് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്? അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. ശരി, ദയവായി തുടരുക ശ്രീ മനോഹരൻ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബി റജി, എത്ര ദയനീയമായ സാഹചര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രോഗിയെ അതീവ ഗുരുതരമായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ്. അവർ കാലു പിടിച്ച് പറയുന്നുണ്ട് ആംബുലൻസ് കടത്തിവിടാൻ. ആംബുലൻസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കേണ്ട സമയം ഒരു മനുഷ്യൻ ജീവന് വേണ്ടി മരണത്തോട് മല്ലിടുമ്പോഴായിരുന്നു. നോക്കൂ അഷിത, ഇന്ന് ഈ ചാനൽ ക്യാമറയുടെ മുന്നിൽ ആ കുടുംബത്തിൽ ഒരു രക്തബന്ധമുള്ള ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇത് സംബന്ധിച്ചുള്ളൊരു വിശദാംശം സമൂഹത്തിനോട് പറയുന്നതിനായി എത്തിക്കാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ഞാൻ ഖേദപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധമുണ്ട് ശ്രീ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് ഇതിൽ അടുത്ത മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. നോക്കൂ, ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യത്തെ വക്രീകരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഹീനമായ ഒരു ശ്രമമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പണ്ട് ജർമ്മനിയിൽ ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ഒരു തന്ത്രജ്ഞൻ, ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇല്ലാത്ത വസ്തുതയെ, വ്യാജമായ ഒരു ആരോപണത്തെ വീണ്ടും ഉന്നയിച്ച് അത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിനെ യാഥാർത്ഥ്യമെന്നുള്ള ഒരു വ്യാജ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ആ തന്ത്രത്തിന് അനുകൂലമായിട്ടുള്ള, അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വസ്തുതാവിരുദ്ധമായ ഈ സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് അപ്പോൾ വ്യാജം? യൂത്ത് കോൺഗ്രസ് സമരം നടത്തില്ല എന്നുള്ളതാണോ വ്യാജം, അതോ ബിനു മരിച്ചിട്ടില്ല എന്നുള്ളതാണോ? ആ ആംബുലൻസിനെ സംബന്ധിച്ച് ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സിസ്റ്റം വെന്റിലേറ്ററാണ് എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആംബുലൻസ് നോക്കിയപ്പോൾ അതിൽ 4 ടയറും ഓടിക്കുവാൻ റോഡിൽ പൊതുനിരത്തിൽ അത് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയാത്ത തരത്തിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ ആവശ്യമാവുകയും ടയറുകൾ മാറ്റുകയും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഒരു ആംബുലൻസാണ് അവിടുത്തെ സാധാരണക്കാരായ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വിതുരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്നത്. നോക്കൂ, 2 ആംബുലൻസാണ് ആ ഹോസ്പിറ്റലിലുള്ളത്. ഒന്ന് മുൻ MLA ആയിരുന്ന ശബരിനാഥൻ നൽകിയ ഒരു ആംബുലൻസ്, അതിൻ്റെ 4 ടയറുകളും ഇല്ലാതെയായിട്ട് അത് അറ്റകുറ്റപ്പണി നടത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ ആംബുലൻസ് ഇൻഷുറൻസ് ഇല്ല, അതിൻ്റെ 4 ടയറുകളും നിരത്തിൽ ഓടാൻ പറ്റാത്ത തരത്തിൽ വികൃതമാവുകയും അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള അതിൻ്റെ എല്ലാ ഇൻറ്റേർണൽ മെക്കാനിസവും തകരാറിലായ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അത് ചോദ്യം ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. ശ്രീ റജി, ഇതിൽ 2 പ്രശ്നം. ഒന്നാമത്തേതായി, അങ്ങനെ ഒരു പ്രശ്നം ആംബുലൻസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് പ്രതിഷേധം ഉയർത്താം, ഒരു തർക്കവുമില്ല. പക്ഷേ ആ പ്രതിഷേധം ഉയർത്തേണ്ടത് ഒരു മനുഷ്യനെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കണമെന്ന് പറഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സമയത്താണോ റജി പ്രതിഷേധം നടത്തേണ്ടത്? ആ ജീവന്റെ വിലയാണോ അതോ മറ്റു കാര്യങ്ങളാണോ അപ്പോൾ പരിശോധിക്കേണ്ടത്? ഇനി നിങ്ങൾ പറയുന്ന ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നം,
ഈ നിരത്തിലിറങ്ങാൻ പറ്റാത്ത, ടയറുകളില്ലാത്ത, ആകെ തുകയിൽ മൊത്തത്തിൽ പ്രശ്നമായ ആംബുലൻസിൽ തന്നെയാണല്ലോ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് എത്തിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിന് വഴങ്ങിയത്? നോക്കൂ, ഇത് അദ്ദേഹത്തിൻ്റെ മനോഹരൻ കാണി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിശദാംശം വ്യക്തമാണ്. ആ മെഡിക്കൽ ഓഫീസർ ഇത് ഈ ഒരു രോഗിയെ എത്തിക്കുവാൻ വേണ്ടി ആംബുലൻസ് ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ അവസരത്തിൽ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുകയും. വാദങ്ങളുടെ പൊള്ളത്തരം. ഒരു നിമിഷം പോലും വൈകിയില്ല, മെഡിക്കൽ ഓഫീസർ വന്ന് പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത്. മെഡിക്കൽ ഓഫീസർ വന്ന് പറയുന്നതിന് മുൻപുള്ള സമയം അല്ലെങ്കിൽ തന്നെ നോക്കൂ, ഒരു ഗുരുതരാവസ്ഥയിൽ ഉള്ളൊരു രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് മെഡിക്കൽ ഓഫീസർ വന്ന് പറഞ്ഞാൽ മാത്രമാണോ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുക ശ്രീ റെജി? അപ്പോൾ ആ സമയമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ എത്രമാത്രം സമയമാണ് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടു പോകുന്നത്. ആ സമയം ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ പറഞ്ഞത്. എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സംഭവത്തെ? അഷിത, ആ സമയത്ത് ആ രോഗി ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. അവരെ ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കണോ വേണ്ടയോ എന്നുള്ളത് മെഡിക്കൽ ഓഫീസറാണ് നിശ്ചയിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ അത് കാര്യമല്ലേ ശ്രീ റെജി പറയുന്നത്? മെഡിക്കൽ ഓഫീസർ നിശ്ചയിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് പറയുന്ന ഘട്ടത്തിലാണല്ലോ ഈ ആംബുലൻസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസുകാർ, യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത്. അവിടെയാണ് അഷിത തെറ്റിയത്. ഇവര് ഈ സമര പരിപാടി നടത്തുന്നത് ഈ സംഭവത്തിന് മുൻപാണ്. ഈ സംഭവത്തിന് മുൻപുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ കാട്ടുന്നത്. ഈ സംഭവമായിട്ട് അതിന് ബന്ധമില്ല. ഇങ്ങനെ നോക്കൂ, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഒരിക്കലും അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കില്ല. അവർ സമാധാനപരമായിട്ട് ഗാന്ധിയൻ സമരമുറ മാത്രമാണ് കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറ്. നിങ്ങൾക്കറിയാമല്ലോ, സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അക്രമ സമരവും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല. കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു സമരമുറ ഒരിക്കലും സ്വീകരിക്കുകയുമില്ല. ശ്രീ റെജി, ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ മുൻപ് മുതൽ തന്നെ കോൺഗ്രസ് സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതൊരു 108 ആംബുലൻസ് അല്ലേ? 108 ആംബുലൻസിനെതിരെ സമരവും പ്രതിഷേധവും നടത്തേണ്ടത് ആ ആശുപത്രിക്ക് മുന്നിലാണോ? റിസർവ് ബാങ്കിന്റെ നയത്തിനെതിരെ നിങ്ങൾ ATMന് മുന്നിൽ പ്രതിഷേധിക്കുമോ ശ്രീ റെജി? അതുപോലെയാണല്ലോ 108 ആംബുലൻസിനെതിരെ നിങ്ങൾ ആശുപത്രിയിൽ പ്രതിഷേധവും സമരവും നടത്തുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്? നോക്കൂ, അപകടകരമായ തരത്തിൽ ആ വാഹനം ഓടിച്ചുകൊണ്ട് ഒരു രോഗിയുമായി ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ രോഗിയെ ആ ഹോസ്പിറ്റലിൽ ഇറക്കിയതിന് ശേഷം ആ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. നിങ്ങൾ ആ 108 ആംബുലൻസിനെതിരെയുള്ള സമരത്തിലായിരുന്നു ബിനുവിനെ അവിടേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് മുതൽ എന്നുള്ളതാണ് നിങ്ങളുടെ വാദം, ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രതിഷേധം ആ ആശുപത്രിക്കെതിരെയാണ്. 108 ആംബുലൻസിനെ കസ്റ്റോഡിയൻ ആരാണ്? 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആശുപത്രിയാണോ? 108 ആംബുലൻസിനെതിരെയുള്ള പ്രതിഷേധം നടത്തേണ്ടത് ഒരു ആശുപത്രിക്കെതിരെയാണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ചോദിച്ചത്. റിസർവ് ബാങ്കിന്റെ ഒരു നയത്തിനെതിരെ നിങ്ങൾ ATMന്റെ മുന്നിൽ പോയാണോ പ്രതിഷേധിക്കുന്നത്? സമാനമായ രീതിയിലുള്ള സമരമായിരുന്നു അത്. നോക്കൂ, ആ ഹോസ്പിറ്റലിലേക്ക് അനുവദിച്ചിട്ടുള്ള ആംബുലൻസ് എന്തുകൊണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി അത് ഉപയോഗപ്രദമാക്കുന്നില്ല? അത് ആ ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ. ഈ ആംബുലൻസ് ഉപയോഗപ്രദമായിരുന്നില്ല എന്നുള്ളത് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നോക്കൂ, അന്വേഷിച്ച് നോക്കൂ അഷിത, അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടി നോക്കൂ. അപ്പോൾ അഷിതയ്ക്ക് മനസ്സിലാവും. അതിപ്പോൾ നിങ്ങൾ സമരം നടത്തിയത് വിശദാംശങ്ങൾ തേടിയിട്ടായിരിക്കുമല്ലോ ശ്രീ റെജി. എന്തെങ്കിലും ഈ ആംബുലൻസ് ഉപയോഗിക്കാനേ കൊള്ളില്ല എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? രണ്ടാമതായി 2 ചോദ്യം ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ താങ്കളുടെയോ അല്ലെങ്കിൽ സമരം നടത്തിയവരുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ആ രേഖ കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ സമരം നടത്തിയത്. രണ്ടാമത്തെ കാര്യം, ആ ആംബുലൻസ് നിരന്തരമായി ആശുപത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിനെ തടഞ്ഞുള്ള സമരത്തിന് മുൻപ് നിങ്ങൾ ആശുപത്രി സൂപ്രണ്ടിന് രേഖാമൂലം ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഇത് നോക്കൂ, ഈ ആംബുലൻസ് ഉപയോഗശൂന്യമാണ്, ഉപയോഗിക്കാൻ കൊള്ളില്ല, അങ്ങനെ സൂപ്രണ്ടിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെയാണല്ലോ ഈ നിലയിലുള്ള സമരങ്ങളുടെ ഒരു രീതി. ഇതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അഷിത, രോഗിയുമായി പോയ ഒരു ആംബുലൻസിനെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനും തടഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കോൺഗ്രസ് പ്രവർത്തകനും രോഗിയുമായി, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കൂ, രോഗിയുമായി പോയ ആംബുലൻസിനെ തടഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. വസ്തുതയെ വക്രീകരിക്കരുത്. എന്റെ സുഹൃത്ത് പറയുന്നത് ഞാൻ ബന്ധുവല്ല, എന്റെ ഇളയമ്മയുടെ മോനാണ് ഈ ബിനു. എൻ്റെ ഇളയമ്മയുടെ മോനാണ്. അദ്ദേഹം ഇവിടെ നോക്കണം. ഇപ്പം അതിന് ഇവിടെ വരാനുള്ളത് അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെയാണ് വരാനുള്ളത്. അത് അതിന് പകരമാണ് എന്നെ ചുമതലപ്പെടുത്തി ഞാൻ വരുന്നത്. എൻ്റെ ഇളയമ്മ കുഞ്ഞമ്മ, ഞങ്ങളുടെ ഭാഗത്ത് കുഞ്ഞമ്മയുടെ മകനാണ് ഈ ബിനു. അപ്പം പിന്നെ ഞാൻ വരാതെ വേറെ ആരെങ്കിലും വരുമോ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഇവിടെ വരുവേണ്ടത്? അപ്പം ഇത്രയും സംസാരിച്ചിട്ട് ഈ ആംബുലൻസിൽ കയറ്റി വച്ചിരിക്കുന്നത് ബിനുവിനെയാണ്. ബിനു കയറ്റിയ ശേഷമാണ് ഇവർ കൊടിയുമായി ആംബുലൻസിൻ്റെ
ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഡോക്ടർ പറഞ്ഞ ഉടൻ തന്നെ ഡോക്ടറൊക്കെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ വന്ന് മെഡിക്കൽ ഓഫീസറും അവിടുത്തെ സ്റ്റാഫുകളും വന്ന് നിങ്ങൾ ആ വണ്ടി എവിടെ എന്ന് പറഞ്ഞിട്ട് അവർ പോലും കേൾക്കുന്നില്ല. അവർ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല. വണ്ടി എവിടാൻ തയ്യാറല്ല. നോക്കൂ, ബിനുവിന്റെ ബന്ധു തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ നിമിഷം തന്നെ അവര് അത് പോകാൻ അനുവദിച്ചു. അതിൽ ഒരു തരത്തിലുള്ള തടസ്സവും അവിടെ ഉണ്ടാക്കിയില്ല എന്നാണ് മനോഹരൻ കാണി ആദ്യഘട്ടത്തിൽ ഇവിടെ സംസാരിച്ചത്. ആ വിഷ്വൽ എടുത്ത് നോക്കൂ. ഇതിനൊക്കെയും ശേഷം ഒരുപാട് പേർ വന്ന് പറഞ്ഞ് അവരോട് കാല് പിടിച്ച് പറഞ്ഞ ശേഷം അത് കടത്തിവിട്ടു എന്നുള്ളതാണ്. ഇനി റജിക്ക് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം വാസ്തവത്തിൽ അവരുമായുള്ള ബന്ധം വിശദീകരിച്ചു കഴിഞ്ഞു. എങ്കിലും ഇനി റജിക്ക് സംശയമുണ്ടെങ്കിൽ ബിനുവിന്റെ ഇളയ അനുജന്റെ പ്രതികരണം ഞാനൊന്ന് കേൾപ്പിക്കാം. ആ അനുജൻ ആശുപത്രിയിൽ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷവും റജി തർക്കിക്കുകയാണെങ്കിൽ താങ്കളോട് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല എന്നുള്ളതാണ് അർത്ഥം ആ പ്രതികരണത്തിലേക്ക്. ശരി, ഞാൻ ആ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ വി ജോയി MLA കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചൊരു ചിത്രമുണ്ട്. നടു റോഡിൽ നിന്ന് രണ്ട് വിഭാഗം തമ്മിൽ തല്ലുകയാണ്. തല്ലെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ ആക്രമിക്കുകയാണ് പരസ്പരം. അപ്പോൾ അതുവഴി ഒരു ആംബുലൻസ് വരുന്നു. ആംബുലൻസിന്റെ സൗണ്ട് കേട്ടിയുടൻ ഇവർ റോഡിന്റെ രണ്ട് വശങ്ങളിലുമായി മാറി നിന്ന ശേഷം ആംബുലൻസ് കടത്തിവിടുന്നു. ആംബുലൻസ് പോയ മാത്രയിൽ ഇവർ വീണ്ടും തമ്മിൽ തല്ലുകയാണ്. നോക്കൂ, ഇതൊരു മനുഷ്യന്റെ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു രീതിയാണ്. നമ്മുടെ നാട്ടിൽ ഹർത്താലുകൾ നടക്കും, സമരങ്ങൾ നടക്കും, പ്രതിഷേധങ്ങൾ നടത്തും, ബന്ധുകൾ നടത്തും. അങ്ങനെ എന്ത് നടത്തിയാലും ഇനി ഒരു ട്രാഫിക്കിൽ വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ പോലും ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ ഏത് വിധേനയും അതിനെ കടത്തിവിടുന്നവരാണ് നമ്മൾ മലയാളികൾ. മലയാളികൾ എന്നല്ല, മനുഷ്യത്വമുള്ള ലോകത്തെ ഏതൊരാളും അങ്ങനെയാണ്. ആ സമൂഹത്തിന് മുന്നിലാണ് കോൺഗ്രസുകാർ ഈ നിലയിലൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്. ബിനുവിനെ കൊന്നു കളഞ്ഞതല്ലേ കോൺഗ്രസുകാർ? ആഷിത, എന്ത് കള്ളവും വന്നിരുന്ന് പറയാനുള്ള ഒരു മടിയും ഇന്ന് കോൺഗ്രസ്സിന് ഇല്ല. എന്ത് കള്ളവും അവർ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കൊന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ കോൺഗ്രസ്സിനും യൂത്ത് കോൺഗ്രസ്സിനുമാണ്. കാരണം ഈ ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളൊരു 10-20 മിനിറ്റ് മുമ്പെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ഇത് വിഷം ഉള്ളിച്ചെന്നതാണ്, ആസിഡ് ഉള്ളിച്ചെന്നതാണ്, ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ആഷിത പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുദ്ധം നടക്കുന്ന അവസരത്തിൽ പോലും ആശുപത്രികളെയും ആംബുലൻസിനെയും ഒന്നും അതിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥാപിതമായ നിയമമുണ്ട്. ഇവിടെ ആംബുലൻസ് തടയുകയാണ് ചെയ്തത്. അത് ഇവർക്ക് പ്രചോദനം നൽകിയതാകട്ടെ ഇവിടെ ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് കാണിച്ചതാണ്. കോട്ടയത്ത് ചാണ്ടി ഉമ്മൻ ചാടി വീണ് ആംബുലൻസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രം ഞാനും നിങ്ങളുമെല്ലാം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ചാണ്ടി ഉമ്മൻ അത് ചെയ്യാമെങ്കിൽ വിതുരയിലെ കോൺഗ്രസ്സുകാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞങ്ങളും അത് ചെയ്യും. അങ്ങനെ ചെയ്തപ്പോഴാണ് ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നത്. ആരാണ് ഗീബൽസിൻ്റെ തത്വശാസ്ത്രം വിളമ്പുന്നത്? ആരാണ് വിളമ്പുന്നത്? അത് ചെയ്തവർ തന്നെയാണ്. ആ പാപം ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ വന്നിരുന്ന ഗീബൽസിൻ്റെ തത്വശാസ്ത്രങ്ങൾ വിളമ്പുന്നത്. അത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു വലിയ വഞ്ചനയാണ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ വിഷ്വലുകൾ പരിശോധിക്കൂ. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ, അതെല്ലാം ഞങ്ങൾ നേരത്തെയാണ് ചെയ്തത് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആംബുലൻസ് പിടിച്ചിട്ട് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ അപ്പോഴും തന്നെ അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട ബാധ്യത ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളതല്ലേ? നിങ്ങൾ മാറിക്കൊടുത്തോ? മാറിക്കൊടുത്തില്ലല്ലോ. അതിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമല്ലേ ഡോക്ടറും അവിടുത്തെ നഴ്സും എല്ലാം വന്നിട്ട് വളരെ സീരിയസ് ആണ് ഈ രോഗി, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ ഡോക്ടറോടും അവിടുത്തെ ജീവനക്കാരോടും തട്ടിക്കയറുന്ന സമീപനമല്ലേ സമരക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത്? എന്ത് നെറുകേടാണ് കാണിച്ചത്? കേരളീയ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു സമരം നടത്താം, എല്ലാവർക്കും സമരം നടത്താനുള്ള അവകാശമുണ്ട് കേരളത്തിൽ. ഏത് വിധേനയും സമരം നടത്താം. പക്ഷേ ഒരാളിൻ്റെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ടുള്ള സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ്. അതിന് വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ റജി, ഞാൻ മുൻപ് പറഞ്ഞ ബിനുവിന്റെ സഹോദരന്റെ പ്രതികരണം.
ദൈവീയത മാറിത്തരണമെന്നൊക്കെ അഭ്യർത്ഥിച്ചിട്ടും മാറിയില്ല എന്ന് പറഞ്ഞാൽ കിച്ചുവായിട്ട് വാക്ക് തർക്കം വരെ ആയതാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ, നേഴ്സ് ആരെയും കൊണ്ട് എന്തോ ചീത്ത വിളിക്കുക അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഇതുപോലെ 10-25 മിനിറ്റോളം അവിടെ പിടിച്ചിരുന്നു. ആ ഒരു 25 മിനിറ്റിൽ ഒരു 15 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു. കളഞ്ഞു കെടുത്തി. പരാതി കൊടുക്കണം. അല്ല, ഒരു ജീവൻ്റെ കാര്യത്തിന് അത് പരാതി കൊടുക്കണം, കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞാനും ഒരു സംഘടന പ്രവർത്തിക്കുന്നതാണ്. ഞാനും DFIയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആരായാലും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയാലും DFI ആയാലും ആരായാലും, നമുക്കൊരു ജീവൻ്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ. ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിനെ കടത്തി വിട്ടേ പറ്റുള്ളൂ. ഈ ആംബുലൻസിൻ്റെ രോഗിയെ കയറ്റാൻ പോണ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരാ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ. അവരാ ഒരു 25 മിനിറ്റ് ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ്. ഒരു ജീവൻ്റെ വില ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തോ അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റൂല, ഒരിക്കലും കൊടുക്കാൻ പറ്റൂല. ശ്രീ റെജി, ഇതാണോ ശ്രീ റെജി സമാധാനപരമായ സമരം? അക്ഷിത, ആ DYFI പ്രവർത്തിക്കുന്ന ആ ബന്ധു പറഞ്ഞ കാര്യങ്ങൾ അക്ഷിത ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് ആ പുള്ളി ആദ്യത്തെ വാചകമായിട്ട് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആ സ്ഥലത്തില്ലാത്ത ഒരാൾ വന്നിട്ട് ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു മൂന്നാമതൊരാൾ പറയുന്നതാണ്. ഒരു ദൃക്സാക്ഷി അല്ല അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിഷ്വൽസിൽ അങ്ങ് കാണിച്ച അതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നോ ശ്രീ റെജി? ഇല്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കുക എന്നതിനപ്പുറം എന്താണ്? എന്തായാലും അവിടെ സമയം ആ യുവാവ് പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ പിന്നീടാണ് വന്നതെന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? അതുകൊണ്ട് നടന്ന പ്രതിഷേധം ഇല്ലാതായോ? ഞാൻ എൻ്റെ അതായത് ഒരു രോഗിയുമായിട്ട്, അതായത് അലൈൻമെന്റ് നശിച്ച ടയർ മൊട്ടയായ ഒരു വാഹനം അപകടകരമായ രീതിയിൽ വരുന്നത് കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററായ സാഹചര്യത്തിൽ അത് ഒന്നും നവീകരിക്കുവാനോ അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാനോ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുവാനായി അവിടുത്തെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയം ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സമരത്തിനെതിരല്ല ഇവിടെ ആരും. എല്ലാം നമ്മൾ നേടിയത് സമരം ചെയ്താണെന്നുള്ള ബോധ്യം പൂർണ്ണമായുമുള്ള ജനങ്ങളാണ് നമ്മൾ. പക്ഷേ ഒരു ആംബുലൻസിലെ തടഞ്ഞുള്ള സമരത്തിന്റെ നീതികേടിനെ കുറിച്ചാണ് ശ്രീ റെജി ചോദിക്കുന്നത്. സമയം വൈകിട്ടുണ്ട്, മുൻപെത്തിക്കാനായിരുന്നെങ്കിൽ അല്പം കൂടി പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ റെജി ആദ്യം പറഞ്ഞു മനോഹരൻ അടുത്ത ബന്ധുവല്ല, അതുകൊണ്ട് വിശ്വസനീയമല്ല. ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പ്രതികരണം കേൾപ്പിച്ചു. അപ്പോൾ റെജി ചോദിക്കുന്നു, ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന്. റെജിയും അവിടെ ഇല്ലായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇവരൊക്കെ പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കുക, ആ ദൃശ്യങ്ങളെ നമ്മൾ വിശ്വസിക്കുക. അതിനപ്പുറം എന്താണ് ശ്രീ റെജി? നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ആംബുലൻസിനെ, രോഗിയുമായിട്ടുള്ള ആംബുലൻസിനെ ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് അനുഭാവിയോ തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അത് ആ മെഡിക്കൽ ഓഫീസർ ഇത് ഒരു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ട നിമിഷം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സന്നദ്ധമായിട്ട് ഈ പറഞ്ഞ ആ ഉന്തുവണ്ടി തള്ളി അവരാണ് അതിന് സഹായകരമായിട്ട് നിന്നുകൊണ്ട് അതിവേഗത്തിൽ വ്യാജമായിട്ട് കെട്ടിച്ചമച്ചതാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. കാരണം എനിക്ക് തോന്നുന്നു റെജി പറയുന്നത് ആശുപത്രി അധികൃതർ, ഡോക്ടറും സൂപ്രണ്ടും പറഞ്ഞ മാത്രയിൽ തന്നെ അവർ മാറി ആംബുലൻസ് കടത്തിവിട്ടു എന്നുള്ളതാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആശുപത്രി പരാതി കൊടുക്കുന്നത് ശ്രീ റെജി? ആശുപത്രി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെതിരെ. അത് ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടതുപക്ഷവുമായിട്ട് ഉള്ള അനുഭാവികളാവാം, ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താണ് ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാവാം. സാധിക്കുന്നു ശ്രീ റെജി, ഒരു ജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നിലയിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് താങ്കൾക്ക് സാധിക്കുന്നത്? മനുഷ്യത്വമില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. അക്ഷിത, എന്തുകൊണ്ട് ഈ ചോദ്യം ബിന്ദു മരിച്ചപ്പോ ചോദിച്ചില്ല? കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു മരിച്ചപ്പോ ഇവിടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ശ്രീ റെജി? കോട്ടയം മെഡിക്കൽ കോളേജിലെ അതേ വേദന ഇവിടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അന്ന് ഈ തരത്തിലൊന്നും അതിനെ ന്യായീകരിക്കുന്ന ആരെയും നമ്മൾ കണ്ടില്ലല്ലോ ശ്രീ റെജി. ബിന്ദു മരിച്ചാലും ബിനു മരിച്ചാലും എനിക്ക് ഒരേ വേദനയാണ്. ആ വേദനയെ കുറിച്ചാണ് ചോദിക്കുന്നത് ശ്രീ റെജി. നിങ്ങൾ എന്തിനാ അത്ര സമയം ആംബുലൻസ് തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് ചോദ്യം. ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമായി? നിങ്ങളാണോ RTO ഓഫീസർ? എങ്ങനെ ബോധ്യമായി നിങ്ങൾക്ക് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്ന്? അക്ഷിത, രോഗി
രോഗിയുമായി പോയ ഒരു ആംബുലൻസിനെയും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഒരു സാമൂഹ്യ പ്രവർത്തകരും തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ആദ്യം പറയേണ്ടത്. ബാക്കി പറയുന്നതെല്ലാം വ്യാജമായിട്ട് യഥാർത്ഥ വസ്തുതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ വ്യാജമാണ്. ആംബുലൻസ് തടഞ്ഞുവെന്ന ബന്ധുക്കൾ ഒന്നാകെയും കുടുംബം മുഴുവനും വന്നിരുന്ന് പറയുന്നത് വ്യാജമാണ്. ആശുപത്രി കൊടുത്ത പരാതി വ്യാജമാണ്. അപ്പോൾ പിന്നെ ഇതിൽ ഏതാണ് ശരി? ശ്രീ റജി, ഇനി അവസാനം ബിനു മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് സന്തോഷമാകുമോ? പാർക്ക് ചെയ്തിരിക്കുന്ന ആംബുലൻസിന്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് അഷിത അങ്ങ് ആദ്യം കാട്ടിയത്. ആ ആംബുലൻസിനെ അല്ലേ ശ്രീ റജി നിങ്ങൾ തടഞ്ഞത്? അതാണ് ചോദിക്കുന്നത്. ആ ഒറ്റ ആംബുലൻസ് ആണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ആ ആംബുലൻസിനെ കടത്തിവിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നോക്കൂ, വിതുരയിലുള്ള ഈ രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ഹോസ്പിറ്റലിലെ പ്രാഥമിക പരിശോധന നടത്തുന്നു, അദ്ദേഹത്തെ ഒബ്സർവേഷനിലേക്ക് ഇടുന്നു. ആ ഘട്ടത്തിൽ ആ സമയത്ത് പുറത്ത് നടക്കുന്ന ഈ ആംബുലൻസിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് അലൈൻമെന്റ് ഇല്ലാതെ ഈ ആംബുലൻസ് അപകടകരമായ രീതിയിൽ രോഗികളുമായിട്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആംബുലൻസുകളിലേക്ക് ശരി താങ്കൾ പറഞ്ഞതൊക്കെയും ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു. അലൈൻമെന്റ് ഇല്ല, ആ ആംബുലൻസിൽ രോഗിയുമായി പോയാൽ വലിയ അപകടമാണ്, ടയർ മുഴുവൻ ഇല്ല, 4 ടയറും ഇല്ല, അങ്ങനെ തന്നെ പറയൂ, 4 ടയറും ഇല്ല. അപ്പോൾ ആ ആംബുലൻസിനെതിരെ നിങ്ങൾ സമരം നടത്തുന്നു, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ആ രോഗിയെ വിടാൻ പാടില്ലായിരുന്നു. എന്തിനാണ് 4 ടയറും ഇല്ലാത്ത അതേ ആംബുലൻസിൽ അവരെ കയറ്റി വിട്ടത്? ഒരു ഡോക്ടർ പറഞ്ഞാൽ ഉടനെ അപ്പോൾ നിങ്ങൾ അങ്ങ് വഴങ്ങുമോ? എവിടെ പോയി നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തം? അഷിത, അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ ബഹുമാന്യനായ ഒരു MLA നൽകിയ ആംബുലൻസ് സജ്ജീകരിച്ച് യാത്ര സുഗമമായ തരത്തിലുള്ള രോഗികളെ കൊണ്ടുപോകാൻ തക്ക തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ട് കഴിയാതിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. 108 ആംബുലൻസിനെതിരെ സമരം നടത്തേണ്ടത് ആശുപത്രിക്ക് മുന്നിലാണോ? ശ്രീ വി ജോയ്, നിങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളല്ലേ? 108 ആംബുലൻസിനെതിരെയാണ് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയത്. ഞാൻ അതാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇവരപ്പോൾ നാളെ റിസർവ് ബാങ്ക് നയത്തിനെതിരെ ATM-ന് മുന്നിൽ പോയി പ്രതിഷേധിക്കുമായിരിക്കും. അക്ഷിത, വീണ്ടും കോൺഗ്രസ് പ്രതിനിധി ഈ സംഭവത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഫിറ്റ്നസ് ഇല്ല, പിന്നെ 4 ടയറും ഓടാൻ പറ്റാത്ത പരുവത്തിലാണ് ഉണ്ടായിരുന്നത്, ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ആ വണ്ടിക്ക് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ പറയുന്ന വാഹനത്തിലല്ലേ അക്ഷിത ഇപ്പോൾ ചോദിച്ചതുപോലെ 80 മൈൽ സ്പീഡിലാണ് ഈ വാഹനം വിതുരയിൽ നിന്ന് ഓടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത്. അത് ഇന്നലത്തെ സംഭവം. ഇന്നും ഈ വാഹനമാണല്ലോ ഓടിയത്. വിതുരയിൽ നിന്ന് രോഗിയെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്നത് ഈ വാഹനമാണല്ലോ. എന്തിനാണ് വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ കള്ളം പറയുന്നത്? കോൺഗ്രസിനെ രക്ഷിക്കണമെങ്കിൽ ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങളാണോ കാണിക്കേണ്ടത്? കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഏറ്റവും നെറികെട്ട സമരം ഈ അടുത്ത കാലത്തായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നിയാസവും കാണിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല കോൺഗ്രസ് കാണിക്കുന്നത്. ഒരു ആദിവാസി ചെറുപ്പക്കാരൻ്റെ ജീവിതം പന്താടിയവരാണ്, ആ ജീവിതം കവർന്നെടുത്തവരാണ് കോൺഗ്രസ്സുകാർ. അതിന് പറയുന്ന സഹായകരമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത ഒരു നിലയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ആ ആദിവാസി ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടമായത്. അനിയൻ പറഞ്ഞാൽ മനസ്സിലാകില്ല. അനിയൻ പറഞ്ഞാൽ അത് DYFI ആണെന്ന് പറയും. ചിറ്റപ്പൻ പറഞ്ഞാൽ ചിറ്റപ്പൻ അല്ല എന്ന് പറയും. ഇത് ആരെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ പ്രവർത്തനം നടത്തുന്നത്? ഇത് ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിതുരയിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഈ അധാർമികമായിട്ടുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ആ വിതുരയിലെയും കേരളത്തിലെയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സമരാഭാസം നിർത്തണം. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ യുവജന സംഘടന എന്നുള്ള നിലയിൽ പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ ശ്രീ ജോയ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ യുവജന സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റിപ്പോയി, അതാണ് നിങ്ങൾ പറയേണ്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം സംഭവിച്ചിരിക്കുന്നു, അതിനാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടത് പൊതുസമൂഹത്തോട്. പൊതുസമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാകുള്ളൂ. മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല. ഇത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ടതാണ്. ആംബുലൻസിനെ തടയുക എന്ന് പറയുന്നത് അധാർമികമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പോലീസ്
അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ശരി ശരി, ഞാൻ മടങ്ങി വരാം. റജി ആവർത്തിച്ച് പറഞ്ഞത് ആ ദൃശ്യത്തിൽ കണ്ട ആംബുലൻസ്, അത് നിർത്തിയിട്ട ആംബുലൻസിന്റെ മുന്നിലാണ് കോൺഗ്രസുകാർ കൊടിയുമേന്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിർത്തിയിട്ട ആംബുലൻസിന്റെ അകത്ത് പക്ഷേ ഡ്രൈവറെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ അതിനകത്ത് വിശ്രമിക്കാനായി കയറിയതായിരിക്കും എന്ന് കൂടി അങ്ങ് കരുതാം. ശ്രീ റജി, അങ്ങനെയാണല്ലോ, പച്ചവെള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങണമല്ലോ നിങ്ങൾ പറയുകയാണെങ്കിൽ. നോക്കൂ, ആ ദൃശ്യങ്ങളുടെ അകത്ത് നമുക്ക് കാണാം, അതിൽ ഡ്രൈവർ ഉണ്ട്. അപ്പോൾ നിർത്തിയിട്ട ആംബുലൻസിൽ ഡ്രൈവർ വെറുതെ അങ്ങ് കയറി ഇരുന്നതായിരിക്കും കോൺഗ്രസുകാരുടെ സമരമൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. ശ്രീ മനോഹരൻ, ആവർത്തിച്ചിവിടെ ഒരു വിഭാഗം, അത് ബിനുവിന്റെ മരണത്തിലേക്ക് ബിനുവിനെ തള്ളിവിട്ട വിഭാഗം കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് ഒരു തരത്തിലും വൈകൽ ഉണ്ടായിട്ടേയില്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ കൺമുന്നിൽ ആ ബിനുവിന്റെ ജീവൻ നഷ്ടമായതാണല്ലോ. എൻ്റെ സുഹൃത്ത് പറഞ്ഞതെല്ലാം ഞങ്ങളാരും ബന്ധുക്കളല്ല, പുള്ളി അവിടെ വന്നിട്ടില്ല. ഇത് ആരോ അവിടെ നിന്ന് ഇൻഫറൻസും കൊടുത്ത് വന്നതാണ്, ഇന്നൊക്കെ പറഞ്ഞെന്നുള്ള രീതിയിൽ. എൻ്റെ സഹോദരൻ, ഈ ഇന്നത്തെ ചാനലുകൾ മൊത്തം കണ്ടു കാണും. സ്വന്തം സഹോദരിയുടെ മകൻ, അദ്ദേഹം ആ മകൻ സ്വന്തം സഹോദരിയുടെ മകൻ കാല് പിടിച്ചാണ് ഇവരടുത്ത് പറഞ്ഞത്. അദ്ദേഹമാണ് ബോഡി ഈ ബിനുവിനെ കൊണ്ടുവരുന്നത്. കാല് പിടിച്ച് പറഞ്ഞ് എൻ്റെ മാമനെ വിടണം, എൻ്റെ മാമൻ ആംബുലൻസിലാണ്, എനിക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞത് ഇന്നത്തെ എല്ലാ ചാനലുകളിലും ആ മരുമകൻ പറഞ്ഞതാണ്. എന്നിട്ട് പോലും അതിന് തയ്യാറാവാതെയാണ് അവരവിടെ നിന്നത്. എൻ്റെ സുഹൃത്ത് നമ്മളൊക്കെ ബന്ധുക്കളല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വർത്തമാനം പറഞ്ഞത്. പക്ഷേ ഈ സ്ഥലം വന്ന് പരിശോധിച്ച് ഞങ്ങളെന്തായാലും പിന്നെ നിയമ നടപടിയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചു. ആ കൊച്ചിനെ പോലീസ് നടപടിയിലേക്കും പട്ടികവർഗ കമ്മീഷനും അടിയന്തരമായി ഇതിന് സ്വമേധയാ കേസെടുക്കണം. ഇത്തരം പ്രവണതകൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഒരു ആദിവാസിയും മരിക്കാൻ പാടില്ല, കൊല്ലപ്പെടാൻ പാടില്ല. അതിന് പട്ടികവർഗ കമ്മീഷൻ അടിയന്തരമായി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുന്ന തരത്തിൽ ആ ആംബുലൻസിലേക്ക് ബിനുവിനെ കയറ്റുന്നതിന് വളരെ മുൻപായിരുന്നു ആ സമരം എന്നുള്ളത് ശരിയാണോ ശ്രീ മനോഹരൻ? ഈ കൊണ്ടുവന്ന ഇപ്പം ഞാനല്ല കൊണ്ടുവന്നത്, ഈ മരിച്ച ബിനുവിൻ്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് കൊണ്ടുവന്നത്. അതിനകത്ത് കയറ്റി ഇട്ടിട്ട് പോലും ബിനുവിനെ കയറ്റി ആംബുലൻസിലിട്ട് ഡ്രൈവർ വണ്ടി എടുക്കാൻ സമയത്താണ് ഇവർ നിൽക്കുന്നത്. ആ സമയത്ത് ഈ ബിനുവിൻ്റെ മരുമകൻ കൊണ്ടുവന്നയാൾ അവരടുത്ത് കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞിട്ട് പോലും അവരവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ഇന്നത്തെ ചാനലുകളിൽ മൊത്തം കണ്ടു കാണുമല്ലോ ആ സഹോദരൻ പറഞ്ഞത്. അത് കണ്ടിട്ടെങ്കിലും വർത്തമാനം പറയണമായിരുന്നു. എന്തായിരുന്നാലും ഞങ്ങൾക്കൊരു സഹോദരനാണ് നഷ്ടപ്പെട്ടത്. അതിനെതിരെ എന്തെല്ലാം ത്യാഗങ്ങളെ വെച്ചാൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി ശരി, മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആ വേദനയും വികാരവും. ശ്രീ റജി, ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. താങ്കൾ പറഞ്ഞത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിന് മുന്നിൽ കോൺഗ്രസ്സുകാർ നിരന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഫോട്ടോയിൽ നമുക്ക് അത് അങ്ങനെ തോന്നൂ. ആംബുലൻസ് ചലിക്കുന്നത് ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. പക്ഷേ ആംബുലൻസിനുള്ളിൽ ഡ്രൈവർ ഉണ്ട് ശ്രീ റജി. അവിടെയാണ് ബിനുവിന്റെ ബന്ധുക്കൾ പറയുന്നത് മൃതദേഹം ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കയറ്റിയ സമയത്താണ് മുന്നിൽ ഇങ്ങനെ കുറുകെ കയറി നിൽക്കുന്നത്. നോക്കൂ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന മട്ടിലാണ് അവരുടെ ആ നിൽപ്പ്. ഒരു മനുഷ്യജീവൻ അതിനകത്ത് മല്ലടിക്കുകയാണ് ജീവന് വേണ്ടി. അഷിത, ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. എല്ലാ മനുഷ്യജീവനും സംരക്ഷിക്കപ്പെടുകയും വേണം. അതിലൊന്നും നമുക്കൊരു തരത്തിലുള്ള തർക്കവും അതില്ല. മാത്രമല്ല, ആ മരണപ്പെട്ട മനുഷ്യൻ്റെ ആത്മശാന്തി നിത്യശാന്തി നേരുകയും ചെയ്യുകയാണ്. ഇവിടെ അതല്ല നമ്മുടെ വിഷയം. നമ്മൾ ബോധപൂർവമായി ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ കക്ഷി സമരം ചെയ്യുന്ന ഘട്ടത്തിൽ അത് ഒരു രോഗിയെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമത്തെയാണ് ഞാൻ എതിർക്കാൻ ശ്രമിക്കുന്നത്. അതല്ല വസ്തുത. ആദ്യം മനോഹരൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് ബിനുവിന്റെ സഹോദരന്റെ പ്രതികരണം കേൾപ്പിച്ചു തന്നു. ഇനിയിപ്പോൾ ആശുപത്രിക്കാരുടെ പരാതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതും റജി വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആര് പറഞ്ഞാലാണ് റജി വിശ്വസിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് അഷിത, നമ്മുടെ ഈ കോൺഗ്രസ് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ വീടുകളിൽ എത്തുകയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭാവവും അവരോടുള്ള സഹതാപവും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ കാട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് അനുഭവമായിരിക്കില്ല, കുറ്റബോധമായിരിക്കും.
ഇങ്ങനെയൊന്നും പറയാതിരിക്കൂ അഷിത. അല്ല, ഞാൻ ആ ദൃശ്യമല്ലേ വിശ്വസിക്കാൻ കഴിയൂ. റെജി പറയുന്നു നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിന് മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കൊടിയുമായി നിൽക്കുന്നതെന്ന്. നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിനുള്ള ഡ്രൈവർ ഉണ്ട് റെജി. അപ്പോൾ എന്തിനാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ സമരം പിന്നിൽ നിന്നും കണ്ട് ആസ്വദിക്കാൻ കയറിയിരുന്നതാണോ? അല്ല അഷിത, അത് ഞാൻ വിശദീകരിക്കാം. അതായത് ഈ ആംബുലൻസിൽ ഒരു രോഗിയുമായിട്ട് വന്ന ആ രോഗിയെ വിതുര ഹോസ്പിറ്റലിൽ ഇറക്കിയതിന് ശേഷം ഈ സാമൂഹ്യ പ്രവർത്തകർ, ഈ കോൺഗ്രസ്സുകാർ ആ ഡ്രൈവറോട് സ്നേഹത്തോടെ പറയുകയാണ്, ചേട്ടാ നിങ്ങൾ ഈ അപകടകരമായ രീതിയിലുള്ള ഈ വാഹനം തുടർന്ന് ഓടിക്കരുത്, ഇതിൻ്റെ റിപ്പയർ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ചാൽ പോരെ, ഇതിൽ സഞ്ചരിക്കുന്ന രോഗികളെ അപകടത്തിലേക്കല്ലേ അത് നയിക്കുന്നത്, നിങ്ങൾ വേഗത കൂട്ടി ഇത് ഓടിക്കുമ്പോൾ ഏതെങ്കിലും അപകടത്തിൽ എത്തുകയില്ലേ, അത് ഇതിൽ സഞ്ചരിക്കുന്ന രോഗികളുടെ ജീവന് ഭീഷണിയല്ലേ എന്ന് സ്നേഹത്തോടെ സൗഹൃദത്തോടെ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സാമൂഹിക പ്രവർത്തകർ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അതേ ആംബുലൻസിലാണോ ആ മനുഷ്യരെ കയറ്റിവിട്ടത്? നോക്കൂ, ആ ഒരു രോഗി ആംബുലൻസിലേക്ക് കയറാൻ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ മെഡിക്കൽ ഓഫീസർ അത് പറഞ്ഞ അതേ നിമിഷം അവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ആ രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. അവിടെ ഒരു സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് റജി. അത് കണ്ട് കൂടെ നിന്നവരാണ്. ഇപ്പോൾ മനോഹരൻ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അവരോട് അത് കൂടെ കണ്ടു നിന്നവർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ഈ പരാതി ഉയർത്തുന്നത്. അവർ കേസ് തന്നെ കൊടുക്കുമെന്ന് പറയുന്നത്. ആശുപത്രി ഇതിനോടകം കേസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താ യൂത്ത് കോൺഗ്രസിനെതിരെ വ്യക്തിപരമായ വല്ല വിരോധവുമുണ്ടോ അവർ ഇങ്ങനെ ഒരു സമരം നടത്തിയെന്ന് പറയാൻ? നോക്കൂ, ആ രോഗിയുമായിട്ട് പോകുന്ന ഒരു ആംബുലൻസിനെയും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ആശുപത്രിയുടെ പരാതി നോക്കൂ, ആ രോഗി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഘട്ടത്തിൽ, അതായത് ആംബുലൻസിൽ ആ ഘട്ടത്തിൽ ആംബുലൻസ് മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ടയറുകളെല്ലാം ഓടാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ കമ്പി പോലും തെളിഞ്ഞു നിൽക്കുന്നു, അതിന് ഇൻഷുറൻസ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നു, അതുപോലെ അതിൻ്റെ അലൈൻമെൻ്റ് ഇല്ല, ഈ വണ്ടി നേരെയല്ല ഇത് റോഡിലൂടെ ഓടുന്നത്, അത് വെട്ടിത്തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്, വളരെ വേഗത കുറച്ചാണ് ആ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഈ ആംബുലൻസിന്റെ ഫിറ്റ്നസിനെ കുറിച്ചാണല്ലോ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ആംബുലൻസ് ഓടാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? ഇനി അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എവിടെ ഒരു പരാതി കൊടുത്തു? സൂപ്രണ്ടിനെ നിങ്ങൾ ഈ വിഷയം അറിയിച്ചോ? ഇനി ഈ സംഭവത്തിന് മുൻപും ബിനുവിനെയും കൊണ്ടും പോയതും ഇതേ ആംബുലൻസ് ആണ്, അതിനുശേഷം ഇന്നും ആ ആശുപത്രിയിൽ ഓടുന്നത് ഇതേ ആംബുലൻസ് ആണ്. അപ്പോൾ എവിടെ പോയി ഈ സാമൂഹിക പ്രവർത്തകർ? ഇന്ന് അതിനുള്ളിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ജീവൻ അപ്പോൾ വിലയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പിന്നീട് അതിനെതിരെ ഒരു നിയമപരമായ നടപടിയും സ്വീകരിച്ചില്ല? നോക്കൂ അഷിത, ഇന്ന് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആരോഗ്യരംഗത്തെ പരാധീനതകളും പരാജയങ്ങളുമാണല്ലോ. പല ഹോസ്പിറ്റലുകളുടെ ആയാലും, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെയുള്ള പരാധീനതകളും അവിടുത്തെ പോരായ്മകളും സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിധരയിലുള്ള സാമൂഹ്യ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരുന്നില്ലേ അങ്ങനെ ഒരു കൂട്ടം പരാധീനതകൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ആംബുലൻസിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പരാതി കൊടുക്കുകയും ആ നിലയിൽ നിങ്ങൾ ഇടപെടുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരുന്നില്ലേ? അതിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിലൊരു ഇടപെടലാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള എന്താണ് സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ ഒരു ശോച്യാവസ്ഥയെ ബോധ്യപ്പെടുത്തുവാൻ, അതിന്റെ അധികൃതരെ ബോധ്യപ്പെടുത്തുവാൻ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ. ഈ ചോദ്യത്തിനോട് മറുപടി പറയൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അതേ ആംബുലൻസിൽ അവരെ കയറ്റിവിട്ടത്? നിങ്ങൾ വിചാരിച്ചാൽ മറ്റൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? അതിനുള്ള പാങ്ങ് പോലും ഇല്ലേ കോൺഗ്രസുകാർക്ക്? അല്ല, ഈ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ആ മെഡിക്കൽ ഓഫീസറാണ് അല്ല ആ മെഡിക്കൽ ഓഫീസറാണ് അവർ ഈ ആംബുലൻസിലേക്ക് രോഗിയെ കടത്തുവാനായിട്ട് ഇവർ എത്തുന്ന പുറത്തു വരുന്നത്. ആദ്യം മെഡിക്കൽ ഓഫീസറോട് ചോദിച്ചിട്ടാണോ സമരം നടത്തിയത്? അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ മെഡിക്കൽ ഓഫീസറോട് ചോദിക്കാമായിരുന്നല്ലോ, ഈ വാഹനം ഫിറ്റ് ആണോ? അങ്ങനെയാണോ നിങ്ങൾ സമരം നടത്തിയത്? അല്ലല്ലോ. അപ്പോൾ മെഡിക്കൽ ഓഫീസർ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ? മറ്റേ ടയറിന്റെ കമ്പി കണ്ടു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ടയറിന്റെ കമ്പി അല്ല അത് എന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞ ഉടനെ നിങ്ങൾ വിശ്വസിച്ചോ? അങ്ങ് ഈ സമരത്തിന്റെ സതുദ്ദേശത്തെ ഒന്ന് ദയവായി മനസ്സിലാക്കുക. ഏത് മനുഷ്യനെ കൊല്ലുന്നതാണോ സതുദ്ദേശം? ഇത് മനുഷ്യനെ കൊല്ലുന്നതല്ലല്ലോ, മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ ഒരു സാമൂഹിക സംഘടന, പ്രതിപക്ഷത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടുത്തെ അത് പറയൂ. എങ്കിൽ എവിടെ പോയി സംരക്ഷണം? അപ്പോൾ എവിടെ പോയി സംരക്ഷണം? മെഡിക്കൽ ഓഫീസർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയവും തീർന്നോ ആംബുലൻസിന്റെ ഫിറ്റ്നസിനെ കുറിച്ച്? നോക്കൂ, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ആരെങ്കിലും ഏതെങ്കിലും ഒരു ജീവൻ അപകടത്തിലാകാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ്സുകാരായാലും. നിങ്ങൾ നടത്തിയ സമരത്തിന്റെ സതുദ്ദേശപരമായിരുന്നുവെങ്കിൽ മെഡിക്കൽ ഓഫീസർ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമായി ആംബുലൻസ് ഫിറ്റ് ആണ് എന്നുള്ളത്? മെഡിക്കൽ ഓഫീസർ അല്ലല്ലോ ആംബുലൻസ് ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പിന്നെ മാറി നിന്നത്? ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് അത് ചെയ്തതെന്ന് അഷിതയ്ക്ക് അത് മനസ്സിലായില്ലേ? തടഞ്ഞതോ?
അല്ല, ആ ആംബുലൻസ് ആയി രോഗി എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. അതിനുശേഷം ബിനുവിനെ കടത്തിവിട്ടു. ശരി, നിങ്ങൾ സമരം നടത്തിയില്ല, ബിനുവിനെ കടത്തിവിട്ടു. ബിനുവിനെ കടത്തിവിട്ട ശേഷം ഇന്നലെയും ഇന്നും അതേ ആശുപത്രിയിൽ അതേ ആംബുലൻസ് ഓടുകയാണ്. നിങ്ങൾ എങ്ങനെ പ്രതിഷേധിച്ചു? അത് നേരെ ആക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ സർക്കാരിനല്ലേ, നമ്മുടെ അധികൃതർക്കല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നോ? ഒരു ദിവസത്തെ പ്രതിഷേധം കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നോ? ഒരിക്കലുമില്ല. നമ്മൾ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കത്തക്ക തരത്തിൽ ആ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എത്തിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തകർക്കുള്ളത്. ശരി ശ്രീ ജോയ്, അപ്പോൾ ഇന്നലെ അരമണിക്കൂർ സമരം കൊണ്ട് അവരുടെ സമരത്തിന്റെ ഉദ്ദേശം തീർന്നു. മെഡിക്കൽ ഓഫീസർ വന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ കമ്പി പുറത്ത് കണ്ട ടയർ ഒരു കുഴപ്പവുമില്ലാത്ത ആംബുലൻസ് ആണ് അതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആംബുലൻസിൽ അവർ ബിനുവിനെ കടത്തിവിട്ടു. സതുദ്ദേശപരമായിരുന്നു. എന്താണ് അതിൽ പ്രശ്നം എന്നുള്ളതാണ്. അക്ഷിത, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പിന്നെ ഈ ബിനുവിനെ റെഫർ ചെയ്തപ്പോൾ തന്നെ വാഹനം വിട്ടുകൊടുത്തു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ വാഹനത്തിനകത്ത് ഈ ബിനുവിനെ കൊണ്ട് കിടത്തി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ മുതിർന്നപ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊടിയുമായിട്ട് അതിൻ്റെ മുമ്പിൽ വന്ന് ആ ഡ്രൈവറോട് ആക്രോശിക്കുന്ന ചിത്രമാണ് ആ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഒരു കാരണവശാലും ഇയാളെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ആക്രോശമാണ് അവിടെ നടത്തിയത്. അപ്പോൾ ഈ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഡോക്ടറും മറ്റ് ജീവനക്കാരും വന്നിട്ട് പറയുകയാണ്, ഈ ബിനുവിൻ്റെ ജീവൻ ആപത്താണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അവരെ പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവരെ മുന്നിലായി അവരോടായി ആക്രോശം. ഇതിനെല്ലാം കൂടി ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് സമയം അവിടെ പോയി. ആ 20 മിനിറ്റാണ് യഥാർത്ഥത്തിൽ ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ അപഹരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ, കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ സമരം നടത്തുന്നതെന്ന്. എന്തായിരുന്നു 10 വർഷം മുമ്പ് കേരളത്തിലെ രംഗത്തെ സ്ഥിതി? ആരോഗ്യരംഗത്തെ സ്ഥിതി എന്തായിരുന്നു? നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 മണി വരെ മാത്രമാണ് ഡോക്ടർ ഉണ്ടായിരുന്നത്. 1 മണിക്ക് പൂട്ടി എല്ലാവരും കൂടെ വീട്ടിൽ പോകുമായിരുന്നു. അതും വല്ലപ്പോഴ ഒരു ദിവസം ഡോക്ടർ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി കേരളത്തിൽ മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. രാവിലെ ഉച്ചയ്ക്ക് അവസാനിച്ചിരുന്ന OP വൈകുന്നേരം വരെ ആക്കി. ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച്, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച്, ലാബ് സൗകര്യം അടക്കം എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു ഈ ഗവൺമെൻറ്. ഈ 9 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം നിസ്സാരമാണോ? നിങ്ങൾ നോക്കൂ, ഈ പിന്നെ വിതുരയിലെ ആശുപത്രിയുടെ സാഹചര്യം നിങ്ങൾ നോക്കൂ. ഈ 9 വർഷക്കാലം കൊണ്ട് 8 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനമാണ് വിതുരയിൽ നടത്തിയത്. അവിടെ നിരവധിയായിട്ടുള്ള ഡോക്ടർമാർ, മറ്റു സംവിധാനങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഡയാലിസിസ് യൂണിറ്റ് അവിടെ ആരംഭിച്ചു. നേരത്തെ അങ്ങനെയായിരുന്നോ ആശുപത്രിയുടെ സാഹചര്യം? ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ 2 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയെന്ന് മാത്രമല്ല, താലൂക്ക് ആശുപത്രികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്നല്ലോ, എന്താണ് ആരോഗ്യ മേഖല ആകെ കുഴപ്പമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നല്ലോ. എന്താ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? നിങ്ങൾ കേരളത്തിലെ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കോട്ടയം ആശുപത്രിയുടെ ചരിത്രം കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അറിയാമോ? ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ്. നിസ്സാരമല്ല. അവിടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ ജയകുമാർ, അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്രയും പ്രഗത്ഭമായ നിലയിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ നൽകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിവർ മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. നിങ്ങൾക്ക് സർക്കാർ ആശുപത്രികളെ തകർക്കണം, എന്നിട്ട് പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നിങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായി സമരം ചെയ്യുന്നതിനൊന്നും ഞങ്ങളെതിരില്ല, ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മേഖലയാകെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ
കോൺഗ്രസ്സുകാർ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, അവർ ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ സേവനം ലഭ്യമാകുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. കേരളത്തിലെ 80 താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ 80 ആശുപത്രികളിലാണ് ഇവിടെ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് ആശുപത്രികൾ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് രൂപ മേടിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം മാറി സർക്കാർ ആശുപത്രികളിലേക്ക് ജനങ്ങൾ വന്നു. കോവിഡിന് ശേഷം സർക്കാർ ആശുപത്രി, കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? ഇവിടെ അത്യാവശ്യം വരുമാനമുള്ള ആളുകളും വലിയ വാഹനത്തിൽ സർക്കാർ ആശുപത്രിയിൽ വരികയാണ്, ചികിത്സ തേടുകയാണ്. മോശമല്ല. ആ സർക്കാർ ആശുപത്രികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമമാണ് ബോധപൂർവം കോൺഗ്രസ് നടത്തുന്നത്. അതിൻ്റെ അവസാനത്തെ ഇരയാണ് ബിനു എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി ഓർക്കണം. ശരി, ശ്രീ മനോഹരൻ, ബിനുവിന്റെ മരണത്തിന് കാരണം ആ സമയം വൈകിയതാണെന്നുള്ളത് ഡോക്ടർമാർ തന്നെ നിങ്ങളോട് പറഞ്ഞു. സമയം വൈകിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായും അറിയാം, നിങ്ങളൊപ്പം നിന്ന് കണ്ടവരാണ്. പക്ഷെ നോക്കൂ, ഇപ്പോഴും നിങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, നിങ്ങൾ കള്ളം പറയുന്നുവെന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഇത് കാണുമ്പോൾ? നമ്മൾ നേരിൽ ഉള്ള ബന്ധുക്കളാണ്, നേരിൽ കണ്ട് കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞ കാര്യമല്ല ഇന്ന് ഇവിടെ ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സത്യസന്ധമായി നേരിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിന്നിവിടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ വിനുവിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിനുവിൻ്റെ മരുമകൻ കൂടെ ഉള്ള സംഭവമാണ്. ഇന്നത്തെ എല്ലാ ചാനലുകളും ആ വിനുവിൻ്റെ മരുമകൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ചാനലുകളും പരിശോധിച്ച് നോക്കിയാൽ അതിലുണ്ട്. അദ്ദേഹം കേണപേക്ഷിച്ചാണ് ആംബുലൻസിൽ കയറ്റി ഒരു രോഗിയെ ആംബുലൻസിൽ കയറ്റുമ്പോൾ അതിൻ്റെ ഡ്രൈവറും അതിൻ്റെ കൂടെ ഉള്ള പരിശോധനക്കാരനാണ് രോഗിയെ ആംബുലൻസിൽ കയറ്റുന്നത്. പക്ഷേ ഈ രോഗി കയറ്റിയ ശേഷമാണ് ആ ഡ്രൈവർ വണ്ടിക്കകത്തിരിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങളാണ്, അല്ലാതെ അല്ല. രോഗിയെ കയറ്റി വണ്ടി തിരിക്കുന്ന സമയത്തിലാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നടന്നല്ല വന്നത്, ആട്ട പിടിച്ച് ബോധമില്ലാതെ കിടന്ന ആട്ട വിളിച്ചാണ് ആശുപത്രി കൊണ്ടുവരികയും അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോഴും തന്നെ അവിടുത്തെ പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ ശ്രമിക്കുന്ന സമയത്താണ് ഇവർ പ്രകടനവുമായി കൊടിയുമായി അവിടെ എത്തുകയും ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും. ആ സമയത്ത് ഞാനില്ലായിരുന്നു. എൻ്റെ സഹോദരൻ എന്നുള്ള രീതിയിൽ അത് കൂടെ പോയവരെന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയും. ഇവർ തടഞ്ഞത് ഈ ബിനുവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ള ആളുകളെയാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾ അപ്പോൾ ആ വിഷയം മെഡിക്കൽ ഓഫീസർമാരോട്, അവിടുത്തെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ടവരോട് ചെന്ന് പറയുകയും അവർ പിന്നീട് വന്ന് ഇടപെടുകയും ചെയ്യുകയാണ്. മെഡിക്കൽ ഓഫീസർമാർ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ അടിയന്തരമായി അവർക്ക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ബിനുവിനെ ഇവിടെ കൊണ്ടുവരികയും മരണപ്പെട്ട ശേഷം ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇവർ തടഞ്ഞത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിങ്ങളെ വേട്ടയാടുകയാണ് ഈ ചർച്ചയിലടക്കം. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി ചർച്ചയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ മറ്റൊരു തരത്തിൽ ഇതിനെങ്കിലും പ്രചരിപ്പിക്കുകയാണ്, അവിടെ തടഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. അതായത് അവസാനം ഈ വേട്ടയാടലുകളുടെ മുന നിങ്ങളിലേക്ക് തന്നെ വരികയാണ്. ശ്രീ മനോഹരൻ, അത് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ പ്രതിനിധി പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ വീട്ടിലുണ്ടായിരുന്നു, വന്നിരുന്നു. അവരിവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് അവർ വന്നത്, അല്ലാതെ അവരെ അന്വേഷണം നടത്താനല്ല വന്നത്. അവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്നിരുന്നു, MLA വന്നിരുന്നു. ആ സമയങ്ങളിൽ ഇവർ 2-3 പേര് അവിടെ അതിനകത്തുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ റജി, ഇവിടെ വലിയ സമരം എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന സംശയം, നിങ്ങളുടെ സമരം ആ ആംബുലൻസിനുള്ളിൽ ജീവന് വേണ്ടി മല്ലിട്ട് ആ മനുഷ്യനോടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമരം വിജയിച്ചു, ആ മനുഷ്യന്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ശ്രീ റജി, പിന്നെ ഈ പരാതിപ്പെടുന്ന, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് ഹൃദയവേദനയോടെ വിശദീകരിക്കുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? അവർക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. നിങ്ങളോട് ആരോടും, അവിടെ സമരം നടത്തിയവരോടും പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളോടും, വാ തുറന്നിട്ടില്ലാത്ത പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ അവർക്ക് ഒരു വിരോധവുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളുകളോട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യവും അവർക്കില്ല. അപ്പോൾ അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്തിനാണ് അതിനെ ഇങ്ങനെ സംശയിക്കുന്നത്? നോക്കൂ, ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ
അംഗങ്ങൾ എന്നുള്ള നിലയിൽ സമൂഹത്തിലെ അപജയത്തിനെതിരെ അത് ചൂണ്ടിക്കാട്ടുവാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. അത് ആ പ്രവർത്തനത്തിൽ അവർ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അഷിത ഒരു കാര്യം വിസ്മരിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് വിദുര ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അത്ര വിദൂരത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതുവരെ അഷിതയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ആദിവാസികളും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരാണ് ആ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നത്. അവരുടെ ക്ഷേമത്തിനു വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് മറക്കുന്നത്. എന്തുകൊണ്ട് വിദുര ആശുപത്രിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നു. ഞാൻ ബഹുമാനായ MLA യോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ബിൽഡിങ് വലിയൊരു, അതായത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ബിൽഡിങ് ഇപ്പോഴും അനാഥമായിട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ ബിൽഡിങ്ങിലേക്ക് ജനറൽ ഹോസ്പിറ്റലിലെ പല വിഭാഗങ്ങളെയും മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തത്? ഹയർ തലത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള എന്തോ ചില തർക്കങ്ങളാണ്. നിങ്ങൾ നടത്തിയ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഈ ചർച്ചയുടെ അവസാന മിനിറ്റിൽ നമുക്ക് ഇങ്ങനെ പരത്തി പറയാനുള്ള സമയമില്ല. ഡയറക്റ്റ് വീണ്ടും വിഷയത്തിലേക്ക് വരൂ. ഞാൻ ചോദിക്കുന്നത്, ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്നുള്ള വാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതാണോ പ്രതിഷേധത്തിന് കാരണം? നോക്കൂ, മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അതായത് 68 വർഷമായി കേരളം കൈവരിച്ച ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ കാലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകൾ നൽകിയ സംഭാവനയുടെ ഭാഗമായിട്ടാണ്. അതാത് വർഷം അതാത് കാലഘട്ടങ്ങളിൽ സർക്കാർ ഈ ആരോഗ്യ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷികളുടെയോ ഭരണവിഭാഗത്തിൻ്റെയോ? അതൊക്കെയുണ്ട്, ഞാൻ സമ്മതിച്ചു, അതൊക്കെയുണ്ട്, ശരിയാണ്. എൻ്റെ ചോദ്യം, താങ്കൾ എന്താണ് ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇത്രയും നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല, ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല. ഞാൻ വരാം ശ്രീ വി ജോയി. ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല, ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല, അത് നിരത്തിൽ ഓടാൻ പാകത്തിലുള്ളതല്ല. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതായിരുന്നോ സമരകാരണം? അതാണ് ഞാൻ അതെ, എനിക്ക് മനസ്സിലായി ശ്രീ വി ജോയി. ഞാൻ വരാം. ഞാൻ വരാം. പറയൂ റജി, ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ. ആ മുൻ എം എൽ എ നൽകിയ ആംബുലൻസ് ആ ഹോസ്പിറ്റലിലേക്ക് സംഭാവന നൽകിയിരുന്നു. സുഹൃത്തെ, ഞാൻ അതിലേക്ക് വരാം. ആ ആംബുലൻസ് നവീകരിച്ച് അത് റിപ്പയർ ചെയ്ത് ഉപയോഗപ്രദമാക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സം എന്തായിരുന്നു? ഒരു മിനിറ്റ്. അപ്പോൾ അതിന് റിപ്പയറിംഗിന്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ആംബുലൻസിന്റെ ഫിറ്റ്നസിന്, ആംബുലൻസിന്റെ ഇൻഷുറൻസിനൊക്കെയും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള വാദം അതായിരുന്നല്ലോ സമരകാരണം. എന്തിനാണ് സമരകാരണത്തിൽ നിന്ന് പോലും ഇപ്പോൾ മാറുന്നത്? ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിൽ? നോക്കൂ, ഒരു നമ്മുടെ ഒരു പൊതുജനാരോഗ്യ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് അവര് ഗാന്ധിയൻ സമരമാർഗം പിന്നോട്ട് പോകുന്നത്. ആംബുലൻസിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള അക്രമ സമരങ്ങളെയോ അത്തരത്തിലുള്ള സമരമുറകളെയോ സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ല. ഒഴിഞ്ഞുമാറൽ കാണുമ്പോൾ ആ സമരത്തിന്റെ തന്നെ ഉദ്ദേശം, അതിന്റെ പൊള്ളത്തരം അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇവർ പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇൻഷുറൻസ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ പറയാം. അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് 7 സെപ്റ്റംബർ 2019. ഫിറ്റ്നസ് എന്നുവരെയാണ് 29 സെപ്റ്റംബർ 2025 വരെയാണ് ആ വാഹനത്തിന്റെ ഫിറ്റ്നസ്. ടാക്സ് 30 സെപ്റ്റംബർ 2025. ഇൻഷുറൻസ് വാലിഡ് അപ് ടു 16 ജൂലൈ 2026. ഇവർ പറയുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്ത ആ വാഹനം. ശ്രീ വി ജോയി, താങ്കൾ ഉയർത്തുന്നത് അതേ ഡോക്യുമെന്റ് ആണ്. പറയൂ, അപ്പോൾ ഇതായിരുന്നു ഇവരുടെ കള്ളപ്രചാരണം. ഈ ആംബുലൻസിനെതിരെയാണ് ഇവർ സമരം നടത്തിയത്. അക്ഷിത, ഞാനത് തുടക്കം മുതൽ പറയുകയാണ്, ഇവരോട് ഞാനത് പറയുകയാണ്. കാരണം ഇത് ഒരു പുകമറ സൃഷ്ടിക്കുക, ഒരാളെ കൊന്നല്ലോ, ആ കൊന്നതിന് ഒരു കാരണം കണ്ടെത്തുക. ആ കാരണമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷുറൻസ് ഇല്ല, ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് ഇല്ല, ഇത് ആക്റ്റീവാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് സർട്ടിഫൈ ചെയ്ത പേപ്പറാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. എനിക്കൊരു പക്ഷേ ആഷിതയുടെ കയ്യിലും അതിൻ്റെ കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പായിരിക്കും ഒരു പക്ഷേ. ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ തപ്പിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. എത്ര ശുദ്ധ അസംബന്ധമാണ്, നുണയാണ് ഈ ഇതുപോലൊരു ചാനലിൽ വന്നിരുന്ന് അദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ, എന്താണ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം കെട്ടിയിട്ടു, എന്താണ് നിങ്ങളത് കൈമാറാത്തത്? എന്താണ് കൈമാറാൻ പറ്റാത്തത്? അത് കുട്ടികളെ പഠിപ്പിക്കുന്ന മുറിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്, അത് കൊടുത്തിരിക്കുന്നത്. അതിനെ ഇപ്പോൾ മാറ്റുകയാണ്.
മുഴുവൻ ക്ലാസ് മുറികളും മാറ്റി വാർഡാക്കി സജ്ജീകരിച്ച് അത് ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന മറ്റു രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയാണ്. അങ്ങനെയൊന്നും മാറി നിൽക്കുന്നതല്ല. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും പരിശോധിച്ച് അപ്പപ്പോൾ ഇടപെട്ടാണ് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ആദിവാസി യുവാവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഇന്റർനാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചെയ്തത്. അതിൻ്റെ നഗ്നമായിട്ടുള്ള തെളിവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള തെളിവാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. നിങ്ങൾ ഈ പേരും പറഞ്ഞാണ് ആംബുലൻസ് വിടാതിരുന്നത്. ആംബുലൻസ് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് ആണ് നിങ്ങൾ ചെയ്തത്. ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സമരം ചെയ്തത്. ഇത് രണ്ടുമുള്ള വാഹനമാണ് 108 വാഹനം എന്നുള്ളത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസം നിങ്ങൾ ഇതിന് എണ്ണി മറുപടി പറയേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ശരിയാണ്. അപ്പോൾ ആദ്യമായി ഉന്നയിച്ച സമര വിഷയങ്ങളിൽ നിന്ന് പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് പിൻവാങ്ങേണ്ടി വരുന്നു. അതായത് ഇവർ പറഞ്ഞത് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല, ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല. പക്ഷേ ആംബുലൻസിന് ഫിറ്റ്നസും ഉണ്ട്, ആംബുലൻസിന് ഇൻഷുറൻസും ഉണ്ട്. അത് 2026 വരെയുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു സമരം? ആർക്കെതിരായിരുന്നു സമരം? എന്തായിരുന്നു ആ സമരത്തിന്റെ ലക്ഷ്യം? റജി, അപ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാ വാദങ്ങളും പൊളിയുകയാണ്. കൊന്നു കളഞ്ഞു നിങ്ങൾ ബിനുവിനെ. അതിനുശേഷം ഒരുപാട് ന്യായങ്ങൾ നിരത്താൻ നോക്കി, അതിനെ ന്യായീകരിക്കാൻ നോക്കൂ. നിങ്ങൾ ഉന്നയിച്ച ഓരോ കള്ളത്തരങ്ങളും തെളിവ് സഹിതം പൊളിഞ്ഞു വീഴുകയാണ്. ആംബുലൻസിന്റെ ഫിറ്റ്നസ് ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സമരം ആംബുലൻസിനെതിരെ ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം ആ ആദിവാസി യുവാവിനെതിരായിരുന്നോ, ആ സമൂഹത്തിനെതിരായിരുന്നോ? അതിനുകൂടി മറുപടി പറയൂ. നോക്കൂ, ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ശോച്യാവസ്ഥ സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകമാണെന്ന് നിങ്ങൾ ആരോപിച്ചാൽ അഷിത, ആദ്യം കേസെടുക്കേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് നിന്ന് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത് വേസ്റ്റ് ഇടാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ 2 മന്ത്രിമാർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ബിന്ദുവിനെ റിക്കവറി ചെയ്തെടുക്കുവാൻ എടുത്ത സമയം, ആ സമയം, അതായത് അവിടുത്തെ ആ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയ 2 മന്ത്രിമാർക്കെതിരെയും കൂടി കേസെടുക്കേണ്ടി വരും. ഈ മാനദണ്ഡം അവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ. റജി, അന്നുണ്ടായിരുന്ന റോഷം ഇപ്പോൾ എവിടെ പോയി? ബിന്ദു മരിച്ചപ്പോൾ ഉണ്ടായ അതേ വേദന ബിനുവിന്റെ കാര്യത്തിലും ഉണ്ടാകണ്ടേ? നിങ്ങൾ പറഞ്ഞ സമരത്തിന് തന്നെ കാരണം ഇതാ പൊളിഞ്ഞു വീഴുന്നു ശ്രീ റജി. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ എംഎൽഎയോടാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതാണ് വസ്തുത. ആ എംഎൽഎക്കെതിരായിട്ടാണ് ആദ്യം കേസെടുക്കേണ്ടത്. എന്നിട്ട് പത്രക്കാരോട് പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാനത് അന്നേരം പറയാതിരുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ അക്ഷന്തവ്യമായ തെറ്റാണ് ചാണ്ടി ഉമ്മൻ അവിടെ കാണിച്ചത്. കേസെടുക്കണമെങ്കിൽ ചാണ്ടി ഉമ്മന്റെ പേരിലാണ് കേസെടുക്കേണ്ടത്. ശരിയാണ്. ഞാൻ വരാം വിജോയ്. പറയൂ റജി, എന്തെങ്കിലും പറയാനുണ്ടോ? അവസാന മിനിറ്റാണ്, വേഗം പറയൂ. സമരത്തിന്റെ തന്നെ ലക്ഷ്യം ഇതാ പൊളിഞ്ഞിരിക്കുന്നു. സമരത്തിന്റെ തന്നെ കാരണം പൊളിഞ്ഞു. ഇനി എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനുണ്ടോ? അത്തരത്തിൽ ഒരു തരത്തിലും ഒരു രോഗിയുമായി കടന്നു വന്ന ഒരു ആംബുലൻസിനെ ഒരു കോൺഗ്രസ് പ്രവർത്തകരും തടഞ്ഞിട്ടില്ല. അത് അസത്യമാണ്, വാസ്തവവിരുദ്ധമാണ്. റജി, ആംബുലൻസിന്റെ പ്രശ്നമുണ്ടായിരുന്നതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആംബുലൻസ് പൊതുനിരത്തിൽ ഓടുവാൻ പര്യാപ്തമായ തരത്തിൽ അതിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു. അതിന്റെ ടയറും അതുപോലെ അതിന്റെ ഓടുന്നതും അത് അപകടകരമായ നിലയിലായിരുന്നു. കമ്പിയുടെ കാര്യത്തിൽ മറുപടി പറയാൻ തൽക്കാലം എന്റെ പരിജ്ഞാനം, എന്റെ അറിവ് എന്നെ അനുവദിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാര് ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ RTO ബിരുദമുള്ളവരും ഒക്കെ ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ജോയി, അവസാന ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ മനോഹരൻ, പരാതി കൊടുക്കാൻ ഒരുങ്ങുകയല്ലേ, ഉറച്ചു നിൽക്കുകയല്ലേ? സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല, ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾ പറയുന്ന ഒരു കോസ് ഉണ്ട്, അതിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ തന്നെയാണോ തീരുമാനം? ഞങ്ങൾ പറയുന്ന ആരെയും വ്യക്തിപരമായി തരം താഴ്ത്തുന്ന മറ്റുള്ളതല്ല. ഞങ്ങളുടെ സഹോദരന് സംഭവിച്ചത് നാളെ ഒരു ആദിവാസികൾക്ക് സംഭവിക്കരുത്. അതിന് നിയമമായി ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു, ശക്തമായി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം. പട്ടികവർഗ കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെടുന്നു, ശക്തമായ നിയമ നടപടി, സ്വമേധയാ കേസെടുക്കണം. നാളെ ഒരു ആദിവാസി ഈ രൂപത്തിൽ മരിച്ചു വീഴരുത്. ഇതാണ് നമ്മുടെ ആവശ്യം. ശരി, ശ്രീ വി ജോയി, താങ്കൾ സർക്കാരിന്റെ കൂടി പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞ ആവശ്യം നിങ്ങൾ ആ വിലയ്ക്ക് തന്നെ, ആ മുഖവിലേക്ക് തന്നെ എടുക്കുമെന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ 2 കാര്യം കൂടി, അത് വളരെ വേഗം ഇന്നുണ്ടായ 2 സംഭവം. ഒന്ന്, കഴിഞ്ഞ ദിവസം അയ്യന്തോളിൽ ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു റോഡിൽ. അത് സർക്കാർ നിർമ്മിച്ച റോഡിലെ കുഴിയിൽ വീണ എന്നുള്ള വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നു. പക്ഷേ ദൃശ്യങ്ങൾ സഹിതം അത് കുഴിയിൽ വീണുള്ള അപകടമല്ല എന്നുള്ളത് തെളിഞ്ഞു. അന്ന് സമരം നടത്തി ഇതേ കോൺഗ്രസും BJPയും.
ഇന്ന് പത്തനംതിട്ടയിൽ ഒരു വൃദ്ധനെ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുമേഷ് ആങ്ങമൂഴി ബന്ധുവിൽ നിന്നും മുഴുവൻ സ്വത്തുക്കളും എഴുതി വാങ്ങിയ ശേഷം അദ്ദേഹത്തെ റോഡരികിൽ ഉപേക്ഷിച്ചതാണ്. ആ വൃദ്ധനെ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നു. അതിന് പിന്നാലെയാണ് ബിനുവിനെതിരെയുള്ള കോൺഗ്രസിന്റെ ആഭാസ സമരം വരുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഡിവൈഎഫ്ഐ ആയിരുന്നെങ്കിലോ ശ്രീ വി ജോയ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആക്ഷിത ചോദിച്ചത് വളരെ വ്യക്തമാണ്. ഇവിടെ രണ്ട് നീതിയാണ്. പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും എന്തും ചെയ്യാം. നാട് മുഴുവൻ ഇറങ്ങി പണം പിരിച്ചില്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ? ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങൾ 30 വീട് വെച്ച് കൊടുക്കാം, കോൺഗ്രസ് 100 വീട് വെച്ച് കൊടുക്കാം. എന്തായിരുന്നു സ്ഥിതി? ഒരു വീടിനുള്ള പണം ഇവര് ഗവൺമെന്റിന് കൈമാറിയോ? ഗവൺമെന്റിന് കൈമാറിയില്ല. നിങ്ങൾ ചെയ്തോ? ചെയ്തില്ലല്ലോ. നാട്ടിലെ ആളുകളിൽ നിന്ന് കാശ് പിരിച്ച് അത് സ്വന്തം കീശയിലേക്ക് ആക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. എവിടെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളുടെ മുമ്പിൽ പുച്ഛം കാണിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ കാണണം. ശരിയാണ്. വളരെ നന്ദി ശ്രീ ബി ജോയ്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ സമരം എന്നുള്ളത് കൂടി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം. നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഇതാ പൊളിഞ്ഞു വീഴുകയാണ്. ആംബുലൻസിന് ഫിറ്റ്നസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു സമരം? എന്തിനാണ് ആ യുവാവിന്റെ ജീവൻ ബലി കഴിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെ മാറ്റിയത്? വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.